അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി രാജ്നാരായണനോട് തോറ്റു. പിന്നെ എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്താനുള്ള വഴി അന്വേഷിക്കുകയായിരുന്നു ഇന്ദിര. കോൺഗ്രസ് ഐ നേതൃത്വം ഇന്ത്യയിലുടനീളം ഇന്ദിരയ്ക്ക് വേണ്ടി സുരക്ഷിത മണ്ഡലം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ കർണാടക മുഖ്യമന്ത്രി ദേവരാജ് അരസ് ഇന്ദിരയെ ചിക്കമംഗ്ലൂരിലേക്ക് ക്ഷണിച്ചു. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ആയി തകർന്നടിഞ്ഞപ്പോഴും കർണാടകയിൽ 28-ൽ 26 സീറ്റും നിലനിർത്തി. ഈ ധൈര്യത്തിലാണ് അരസ് ഇന്ദിരയെ ചിക്കമംഗ്ലൂരിലേക്ക് ക്ഷണിക്കുന്നത്. സിറ്റിംഗ് എം പി CB ചന്ദ്രഗൌഡയെ രാജിവെപ്പിച്ച് ഇന്ദിരയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വഴി തുറന്നു. ദേവരാജ് അരസ് തന്നെയായിരുന്നു ഇന്ദിരയുടെ പ്രചാരണത്തിന്റെ സൂത്രധാരൻ. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായി ജനതാ പാർട്ടി ഇറക്കിയത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി വീരേന്ദ്ര പാട്ടീലിനെ. ഇരുവശത്തും പ്രചാരണങ്ങൾക്ക് വാശിയേറി. LK അദ്വാനിയും ജോർജ് ഫെർണാണ്ടസും പ്രതിപക്ഷത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 1978 നവംബർ 7-ന് വോട്ടെണ്ണി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് തന്നെ ഇന്ദിരയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റ് K കരുണാകരൻ വോട്ടെണ്ണിയ താലൂക്ക് ഓഫീസിന്റെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞു, ഇന്ദിരാജി ഹാസ് വോൺ മെജോറിറ്റി, മോർ ദാൻ 77,000 വോട്ട്സ്. ഏകാധിപതി എന്ന് JP വിശേഷിപ്പിച്ച ഇന്ദിര 1.5 വർഷത്തിന് ശേഷം വീണ്ടും പാർലമെന്റിലേക്കെത്തി.